ഹായ് ഹലോ. ഇന്ന് ഞായറാഴ്ച 31 മാർച്ച്. ഇന്നത്തെ വ്ളോഗ് ഇച്ചിരി ലേറ്റായി. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ക്ഷീണവും മടിയും പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ. പക്ഷെ പിന്നെ ഓർത്ത ചേട്ടച്ചേരന്മാരെല്ലാം ഇന്നുണ്ടല്ലോ, ഞായറാഴ്ചയല്ലേ, എല്ലാവരും ഇന്ന് വീട്ടിലൊക്കെ. ഗൈസ് പൊരിഞ്ഞ വീലെന്ന് വെച്ചാൽ പൊരിഞ്ഞ വീലാണ്, ഒരു രക്ഷയില്ല. ഇനി കഴിഞ്ഞ തവണ വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു, പക്ഷേ കണ്ടൻറ്റ് വലുതായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങളാണെങ്കിൽ അഞ്ചലോ കൊടുത്ത് AC റൂം എടുത്ത് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഒരു ഫുൾ അൽഫാമൊക്കെ വാങ്ങിച്ച് അത് ഞാൻ കഴിച്ച് സുഖമായിട്ട് കിടന്നു. അപ്പോൾ ഗൈസ് ഇപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷേ പിന്നെ വണ്ടി പോകുന്നില്ല. വണ്ടിയാണെങ്കിൽ അമ്മയ്ക്ക് രാവിലെ വേണമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് എന്നെ വിളിക്കാൻ വരും, പൂണിശരത്ത് വിളിക്കാൻ വരും എന്ന് പറഞ്ഞേ. അപ്പം ഗൈസ് ഇന്ന് ഈസ്റ്ററായിട്ട് നമ്മൾ സിജോണൻ്റെ വീട്ടിലാണ് പരിപാടി. ചെറിയ ചില്ലിങ് ആണ്, വളരെ സെറ്റാണ്. അവിടെ കണ്ടില്ലേ, അതാണ് വിഷയം. ഇന്നാണ് ടോപ്പിക് എന്തോന്ന് അറിയുന്നത്. ഹായ് കുറെ നേരം ഹായ് കാണിക്കുന്നുണ്ട്. എന്തോ കിണറിൻ്റെ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ ബീഫിൻ്റെ മണം എടുത്തായിരുന്നു എനിക്ക്, അല്ലേ എന്താന്ന് നോക്കിയിട്ട് വരാം. കിണറിൻ്റെ അവിടെ എന്തോ സാധനം ഉണ്ടെന്ന് പറഞ്ഞേ, അതൊന്ന് പോയിട്ട് വരാം ഗൈസ്. ഇതാണ് ഇവിടുത്തെ മൂത്തമ്മ. സാധനം കിട്ടി. ഇവിടെ വിഷയം വെട്ടാണ് ഗൈസ്. അടുത്ത കളവും കിട്ടിയിരിക്കുന്നത് ഗൈസ്, വിഷയം. ഇനി ഇതിൻ്റെ അകത്ത് വേറെ കളമാണ്, ഇതിൻ്റെ അകത്തെ കളം വേറെ കളം കൊണ്ടിരിക്കുന്നു. ഹരിസേട്ട് ഇതാരിത് സീൻ മച്ച. ഇത് വടിയായി അപ്പോഴേക്കും. സൂപ്പർ ഗൈസ്. ഇവിടുത്തെ ടച്ചിങ്സ് ആണ് വിഷയം. ടച്ചിങ്സ് പയറുതോരനാ. അതെന്താണ് ബ്രോ ചിരിക്കായിരിക്കുന്നത്? ഇത് റഷീദൊക്കെ ആയല്ല, ആരും മൈൻഡ് ചെയ്തില്ല ഗൈസ് എൻ്റെ കോമഡി. ഇച്ചിരി പയറുതോരൻ തന്നായിരുന്നെങ്കിൽ ഞാൻ മിണ്ടാണ്ട് പോയാലും. അതെ, ഇച്ചിരി പയറുതോരൻ കണ്ട സ്നേഹമുള്ളവനാണ്. എന്തായാലും പയറുതോരൻ കിട്ടി ഗൈസ്. വേണ്ട ഒരു പടി കിടക്കും. ഓ മൈ ഗോഡ് ഹിയർ കംസ് ജാസി ഹിയർ ബ്രോ. ജാസി വന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെ പരിപാടിയായി ഇവിടെ പരിപാടിയാണ് നടക്കാൻ പോകുന്ന അറിയത്തില്ല ഗൈസ്. അതുകൊണ്ട് വന്നു, കയ്യിലേക്ക് മടക്കി എന്തൊക്കെയോ വിഷയമാണ്. ഓ ദേണ്ട് രതീഷണ വന്നു. രതീഷണ മുടിയെ കളർ ചെയ്ത് സെറ്റപ്പ് ആയല്ല, വിഷയമല്ലോ. എന്താണ് മുടി എത്ര കളറൊക്കെ എപ്പം ചെയ്തോണ്ണ? വിഷയമായിട്ടുണ്ട്, ലുക്കായിട്ടുണ്ട് ബ്രോ, ടോട്ടലി ലുക്ക്. വിഷയം ബ്രോ. ഓ സുനിയാണ്ണം വന്നിട്ടുണ്ട് ഗൈസ്. ഈ സുനിയാണ്ണോടെ വന്ന് ഇവിടെ ഒരു ഓളമാണ്, ഈസ്റ്ററിന്റെ ഒരു ഓളം തന്നെയാണ് ഇവിടെ വരാൻ പോകുന്നത്. പക്ക ഓളമാണ് പോയി ഗൈസ്, വിഷയമായിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് സുനിയണ്ണ ഹായ് ഇവിടെ. രണ്ടുപേരും പോലും കാണത്തില്ല, എന്നാലും ഒരു ഹായ് ഇരുന്നതിന്റെ സന്തോഷം. വിഷയം ഇവിടെ വേണ്ട. ഹർഷൻ സീനായി ഗൈസ്. സീനെല്ലാം പോയാ കറങ്ങി വന്നപ്പോഴേക്ക് സീനൊക്കെ പോയി. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ ഒരു ഇവിടെയുള്ള കമ്മിറ്റിയെ പറ്റി? എന്തെങ്കിലും പറയാനുണ്ടോ? പിണറായി വിജയനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? വേണ്ട ഒരു റഷീദൊക്കെ നിൽക്കുന്നു, മീശയില്ല താടിയില്ല, കോഴിക്കോട് പോയിട്ട് വരുന്ന വഴി. ബാബുശാണ് അവിടെ വിഷയമാണ്. അവിടെ വൾഗർ സെറ്റപ്പിലോട്ട് പൊക്കോണ്ട്. ഇത് 32 വല്ലം കാണിച്ചിരിക്കുന്നതാണ് രതീഷ് അണ്ണൻ. ഇത് മുടിയൊക്കെ ആണെങ്കിൽ സൂപ്പറായിട്ടുണ്ട്, വിഷയമായിട്ടുണ്ട്. ആണ് ഗായ്സ്, പല വർഷങ്ങൾക്ക് നേരം ഒരു പുതിയൊരു അതിഥി വരുന്നുണ്ട് ഗായ്സ്. ആരാണ്? ഇതേതാണ്? അതുകൊണ്ട് വാച്ചൊക്കെ നോക്കി സീനാണ് പെട്ടെന്ന്. ആണോ ഗായ്സ്? മച്ച എവിടായിരുന്നു അണ്ണാ ഇത്ര നാളും? ഗായ്സ് പ്ലീസ് അണ്ണാ, എന്റെ കണ്ടന്റ് ആണിത് ഗായ്സ്. ഇത് കണ്ടോ അണ്ണാ? ഇത് ഗായ്സ് വൻ സീനാണ്. പന്നി കുത്തിയതാണ്, വൻ വൾഗർ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ പത്തനംതിട്ടയിൽ ഇച്ചിരി വൻ സീനാണ്. ഇപ്പോ കാട്ടുപന്നിയൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ് ഗായ്സ്. ഇവിടെ അവര് ചങ്കും ചങ്കുമായി. ഇവിടെ വലിയ ചർച്ചയിലാണ് ഇവിടെ എല്ലാവരും. ഇതാണ് ഞങ്ങളുടെ മൂത്താപ്പ ഇച്ചിരി സീൻ എല്ലാരും.
വണ്ടി പോയ അണ്ണാൻ. ഓ ഗായ്സ്, ജസ്റ്റ് മിസ്സാണോ? ഹർഷണ്ണനാണെങ്കിൽ സിജോണനെ അടിച്ചു ഗായ്സ്. പുറകാണിക്ക് ഗായ്സ്. ചുമന്നു. ഓ തൊട ചൊറിയുന്നു ഗായ്സ്. ഞാൻ പറഞ്ഞു അണ്ണ ഒന്നുകൂടെ ചാടാ, വീഡിയോ കിട്ടിയില്ലണ്ണാ. സൂപ്പർ സാധനം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തീർന്നു പോകാൻ പറഞ്ഞു. നമ്മളിതാ ഇനി അടുത്ത ബിയർ എടുക്കാൻ പോവാണ്. ഹർഷണ സ്പോൺസർ ചെയ്യുന്നതാണ്. വിഷയാണ്. ഇത് മാണ്ട ഒരു പൂവിൻ പുഞ്ചിരി മുന്നേ വെച്ചിയറിഞ്ഞോ പൂവേ. സംഗീതമേ കല്ലാപമേ സംഗീതമേ. ഇവിടെ വേറെ കളമാണ്, ഇവിടെ വേറെ ചർച്ചയാണ്, അവിടെ വേറെ പാട്ടൊക്കെയാണ്. എന്താണ് ഓ ആ വീഡിയോയുടെ റിയാക്ഷൻസ് നോക്ക്. ആദ്യം മുണ്ടെടുക്കണം വാങ്ങിച്ചാ പിന്നെ അവരുടെ ഫാമിലി വരവല്ലേ, നമ്മളതിനെ ഇടപെടണ്ട. വീഡിയോ എടുക്കാണ്ടില്ല, അറിയല്ലേ? പേഴ്സണൽ ലൈഫ് അല്ലേ, നമുക്ക് ഇടപെടണ്ടെന്ന് പറഞ്ഞ ഇന്റർഫിയർ ചെയ്യലല്ലോ നമ്മൾ. അവിടെ എന്താ okay, I understand, but I'm saying that I'm just saying that yes. Okay, your family okay. കോണത്ത് വെക്കാൻ പറഞ്ഞിട്ട് കോണത്ത് വെച്ചിട്ട് പോയി ഗൈസ്. Which mean that കഴിഞ്ഞു. ഇവിടെ ഹെനിക്കിന്റെ പേര് ചർച്ചയാണ്. ആനയുടെ ഇപ്പൊ തന്നെ തീർച്ച ഇപ്പൊ തന്നെ നോക്ക്. ഇവിടെ ഓമുല മണികണ്ഠൻ എന്ന് പറയുന്ന പോലെ അവിടുത്തെ അമേരിക്കയിലെ എനിക്ക് ആനയുടെ പേരാ. ഇവിടെ കെട്ടത്തിലാണ്, അത് വേറെയാ. ഒറിജിനൽ ഓഫ് ആൽക്കോഹോൾ മിടുക്കൻ. എന്ന് കാണുന്ന തെളിവാണെങ്കിൽ അയ്യേ എന്ത് തെളിവാണെങ്കിൽ മാനിപ്പുലേറ്റിംഗ് ആട്ടോ. അണ്ണൻ അസല് പൊളിറ്റീഷ്യൻ ആട്ടോ. ഇതിനിടെ ഒരു കോമഡി, ഇതിനിടെ മാറ്റി കോമഡി ഭാവിച്ചേണ്ണ. ബീറിന്റെ ഫോട്ടോ മാത്രം. ബാവച്ചാണ്ടൻ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ബാവച്ചാണ്ട് ഇംഗ്ലീഷ് എങ്ങനെ
നെതർലാൻഡ് അല്ല, അത് ജർമ്മനിയിൽ ആദ്യമേ കണ്ടുപിടിച്ചേ. അവിടുത്തെ കീഴുട്ട് വിശ്വാസനാണോ പറഞ്ഞോണ്ടിരുന്നാണ് അവിടെ. ഹിസ്റ്ററി ഓഫ് ദാറ്റ്. വായിക്കേ 1864. ആ അടുത്ത ആന എവിടെ? ആനയുടെ പേരെയാ ആദ്രിയൻ. ആനയുടെ പേരെയാ. അത് നാട്ടിൽ ബാക്കി കാണിക്കുന്നില്ല. കളഞ്ഞില്ല ഞാൻ ശരിയാക്കണം. നിനക്ക് കാണിച്ചു തരാം. അറിഞ്ഞില്ല. സത്യം സത്യം എന്ത് ഞാൻ പറഞ്ഞുതരാം. വായിക്കേ. ആന കഴിക്കുന്ന സസ്യത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച സാധനമാണ്. കാണിക്കേ. ലാഗർ ഇളം ലാഗർ ബീറാണ്. കാട്ടിലുണ്ട്. ചുമന്ന നക്ഷത്രമുള്ള കുപ്പി. നിന്റെ പറഞ്ഞു നോക്കാം. ചുവന്ന നക്ഷത്രമാകുമ്പോ കണ്ടോ നിറത്തിലുള്ള കുപ്പി. അത് ആന കഴിക്കുന്ന സസ്യത്തിൽ നിന്ന് ആദ്യം ഉൽപ്പാദിപ്പിച്ച സാധനമാണ്. കൊമ്പുള്ള ആന. ഇതാണ് ഒറ്റക്കൊമ്പൻ. അയ്യോ അരക്കൊമ്പൻ. മാത്രമേ സ്വീറ്റ് അത് വെച്ചങ്ങ് പുറത്ത് കത്തിപ്പിച്ചാലോ. ഒരടി വേണ്ട, ഞാൻ കണ്ടുവാ. വള്ളത്തെങ്ങാണ്ട് പോകണം. ഒരാളടിച്ച് ഓഫായി ഗൈസ്. മെയിൻ ആള് വേണ്ട. ഇനി കുറച്ച് ആൾക്കൂടെ കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കാഴ്ച. അതുകൊണ്ട് ഇതാണ് പന്നി കുത്തിയത്. തലയിൽ 8 സ്റ്റിച്ചാണ് വീണത് ഗൈസ്. സീനായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എല്ലാവരും ഇവിടെ ചോറൊക്കെ ഉണ്ട് സെറ്റപ്പായിട്ട് കിടന്നു. ചോറെല്ലാം നൈസ്. ഇന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്ററൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ബീഫായിരുന്നു. ഞാൻ കഴിച്ചില്ല, ഞാനാണെങ്കിൽ ഞാൻ കിടന്നു പോയി. അപ്പോൾ ഇപ്പോൾ കഴിക്കാൻ പോകുന്നുള്ളൂ ഗൈസ്. അടിപൊളി ബീഫാണ്. കണ്ടാ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാ വാരത്ത് അരച്ചെടുത്തുകൊണ്ടുണ്ട്. ഇവിടുന്ന് എനിക്ക് കൊണ്ടുവന്ന ബീഫ് തട്ടി മാറ്റി വെച്ചിട്ട് ഇപ്പൊ കഴിക്കാൻ വയ്യാന്ന് പറയും. ഇനിയും വെറുതെ വിടാൻ പറ്റുമോ ഗൈസ്? നിങ്ങളെ പറയും ഇനിയും വെറുതെ വിടാൻ പറ്റുമോ? ഇത് മൊത്തം കഴിക്കാണ്ട് പോയി കഴിഞ്ഞാൽ അതാണ് ഈ എല്ല് കാശണം മൊത്തം അണ്ണാക്കി കുത്തി കയറ്റി ഞാൻ കേസും വാങ്ങി ഞാൻ അവിടെ ജയിലിൽ പോയിരുന്ന് ഉണ്ടേ നിന്നോണ്ടിരിക്കും. ഉള്ള കാര്യം ഇവിടെ സീനായിട്ട് കണ്ട മര്യാദ കഴിച്ചോ. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇവിടെ ബീഫും ചോറൊക്കെ കഴിച്ച് നല്ല ചോറായിട്ട് ഞങ്ങൾ കിടക്കുവാണ് ഗൈസ്. ഇന്ന് നൈസിന് ഇനി ഞങ്ങൾ ഒരുമിച്ച് ഒരു കിടത്തുണ്ട്. അതുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ടോ അത് വിൽക്കാൻ കൊടുത്തേക്കാണ്. അവനെ ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകും. 1 കിലോയ്ക്കാണ്. അതുകൊണ്ട് അവിടെ വേറെ ഈ സമയത്തൊക്കെ കിടന്ന് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. വിൽക്കുന്നുണ്ട്. നല്ല റേറ്റാണ്. ആർക്ക് വേണേലും വാങ്ങാം. കണ്ടാ കളിക്കാൻ ആർക്ക് വേണം. കോഴിക്കോടുള്ളവർക്ക് പെട്ടെന്ന് വരാം. ഇവിടെ എന്താണ് നടക്കുന്നത്? കുണ്ടനടി. ഇവിടെ എന്താണ് നടക്കുന്നത്? ഒന്നും അറിയാതെ കിടക്കുന്നു. എന്തോ ഒന്ന് മുട്ടി. ഞാൻ കൈപത്തി വെച്ചേക്കും മുട്ടാതിരിക്കാനായിട്ട്. രണ്ട് ഇഞ്ഞു പിടിക്കുന്ന ശരത്ത് കൈപത്തി വെച്ചേക്കും. ഇവന്റെ എല്ലാം ഒടിഞ്ഞതാ. ഇവിടെ മണ്ട കയറി കിടക്കും കേട്ടല്ലോ. ഇവിടെ എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നു ഗൈസ്.
പെട്ടെന്ന് തന്നെ ഗ്യാസ് തീർന്നു ഗൈസ്. ആയിക്കോട്ടെ. അണ്ണാ അത് ചരിച്ചു വെച്ചാ കത്തത്തില്ലേ? ചരിക്കടാ. ചരിച്ചു വെച്ചാ കത്തത്തില്ലേ? പിന്നെ അതാ പറഞ്ഞു ചരിക്കാൻ പറഞ്ഞു. ചരിച്ചങ്ങ് താത്തോ താത്തോ. കത്തിച്ചു കത്തിച്ച് കത്തിച്ച്. ഇത് ഓഫല്ലേ? വിറകില്ല. ഞാൻ ബ്ലോഗ് പിടിച്ചോ. ഹലോ ബോയ്സ്, അനന്തു ഇപ്പം തീ കത്തിക്കാൻ പോയാണ്. അവൻ അടുപ്പേറിന കല വന്നറിയത്തില്ല. അനന്തൊക്കെ ബഹുത് അച്ചി സുന്ദർ ബോൾ ഹേ. അപ്പോ ഗൈസ് ഗ്യാസ് ഊറ്റി തീർന്നു. ഗ്യാസ് ഊറ്റി തീർന്നപ്പോൾ ഞങ്ങളിപ്പോൾ പോയി ഗ്യാസ് വാങ്ങാനായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. പോയി ഇനി ഗ്യാസ് വാങ്ങിച്ചോണ്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, വ്ളോഗാണ്. അപ്പോൾ ഗൈസ് ഞങ്ങള് ഇതാ ഹർഷണ്ണനെ അങ്ങോട്ട് പോവാണ്. ഗ്യാസ് ഊറ്റി എടുത്തിട്ടുണ്ട്. ഗ്യാസ് ഊറ്റി കൊണ്ട് ഞങ്ങളിപ്പോൾ ഹർഷണ്ണൻ്റെ സ്ഥലത്തോട്ട് പോവാണ്. ഗ്യാസ് മാറ്റി ഹർഷണ്ണൻ്റെ വീട്ടിൽ ഒരു ഗ്യാസ് എടുക്കണം. അയ്യോ. അപ്പോൾ ഗൈസ് അടുക്കളയിൽ എത്തി. ഗ്യാസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോയി 3 ഊറ്റി, അത് 1 ഊറ്റിയാണെങ്കിൽ നിറഞ്ഞ ഊറ്റി എടുക്കണം. എടുത്തിട്ട് നമ്മൾ പോവാണ് ഗൈസ്. അതെ ഗൈസ്, ഞങ്ങളിതാ ഹർഷണ്ണൻ്റെ വീട്ടിലാണ് ഗൈസ്. ഇപ്പം ഹർഷണ്ണൻ്റെ വീട്ടിൽ നൈസ് പൂച്ചക്കുട്ടി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവനെ കിട്ടിയില്ല. എവിടെയാണെന്ന് കിട്ടിയാൽ നിങ്ങളെ കാണിക്കായിരുന്നു. ഇവിടെ ആണെങ്കിൽ 2 അടിപൊളി പിള്ളേരുണ്ട്. വിഷയം പിള്ളേരെന്ന് വെച്ചാൽ വിഷയം അടിപൊളി. നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഒരു വൈബായിട്ട് പോകാൻ പറ്റുമോ പിള്ളേരോട്. ഇത് പിന്നെ മെയിനായിട്ട് ഇവിടെ കാണിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വേറിയമാണ് ഗൈസ്. അക്വേറിയം കണ്ടാവും മോനെ വിഷയം അക്വേറിയമാണ്. ഇത് എത്ര വരുന്നതാണ്? 3 അടി വരുമോ? 3 അടി വരുന്ന അക്വേറിയം. ഇവിടുത്തെ ഒരു അടാറ് പൂച്ചയുണ്ട് ഗൈസ്. എന്നെ പേടിയാണ്, നല്ല പേടിയാണ് ചെറുക്കൻ. എന്നെ അവന് മനസ്സിലായില്ല ഗൈസ്. അകത്തോട്ട് അപ്പോൾ ഗ്യാസ് ഊറ്റി എടുത്തു. ഞങ്ങൾ നിറച്ച ഗ്യാസ് ഊറ്റി അവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഇറച്ചി പോയി കഴിക്കണം. കഴിക്കുന്നതിന് മുന്നേ അത് റെഡി ആക്കണം. റെഡിയാക്കി ഇച്ചിരി ടൈം എടുക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ. അപ്പോൾ ഗൈസ് എല്ലാവരും ഇവിടെ ഓഫാണ്. ഇനി വൈകിട്ട് ഇനിയും ഞങ്ങളിനി ഇവിടെ നിൽക്കുന്നില്ല. ഞാനിവിടുന്ന് നൈസിന് പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് പരിപാടിയൊക്കെ ഇന്ന് ഏകദേശമൊക്കെ കഴിഞ്ഞ സ്ഥിതിയാണ്. വണ്ടി വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം വീട്ടിലെത്തട്ടെ. എന്ത് പരിപാടിയാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ 3 പേരാ പോകുന്നത്. പൊളിയായിട്ട് പോയിട്ട് ദാ വരും ഗൈസ്. വണ്ടിയിലാണ്. മാതാശ്രീ ഹായ് ഗൈസ്. അതെന്റെ അമ്മയായിരുന്നു ഗൈസ്. വണ്ടിയിലോട്ട് പോവാണ് ഗൈസ്. അതാ ഗൈസ് എൻ്റെ വീടെത്തി. അപ്പം ഇനി ഇവിടെ വെച്ച് എൻ്റെ പരിപാടിയെല്ലാം അവസാനിപ്പിക്കുകയാണ്. ഇന്നിനി രാത്രി വ്ലോഗ് കാണുവാറത്തില്ല. അപ്പോൾ ശരി എന്നാൽ ബൈ ബൈ ടാറ്റ. എല്ലാവരും ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ആരുടെ മുഖം കാണത്തില്ല. എന്നാലും ബൈ ദ വേ